അച്ഛോ അച്ഛോ, ഈ അച്ഛനത് എവിടെ പോയി? പള്ളിയിലോട്ട് കണ്ടിട്ട് 3 ദിവസമായി. ചേട്ടത്തി ഇവിടെ ഇവിടെ. ആ, അച്ഛൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. കണ്ടിട്ട് എങ്ങോട്ടോ പോവാൻ ഇറങ്ങിയ ലക്ഷണം ഉണ്ടല്ലോ. ചേട്ടത്തി വരാൻ ഒരു 2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ പോയേനെ. ആട്ടെ, എന്താ വിശേഷിച്ച്? ഓ, എന്നാ വിശേഷത? ഞാൻ അച്ഛനെ ഒന്ന് തിരക്കി ഇറങ്ങിയതാ. വലിയ നോയമ്പിങ്ങി അടുത്തില്ലേ? സാധാരണ ഈ സമയത്ത് അച്ഛൻ പള്ളിയിൽ വരുന്നതല്ലേ. അച്ഛനാണെ അങ്ങോട്ട് വന്നിട്ട് 3 ദിവസമായി. പിന്നെ അച്ഛൻ എന്നാലും വേനക്കേട് പറ്റുമോന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ ഇങ്ങനെ വന്നത്. കർത്താവ് ഉള്ളപ്പോൾ എനിക്ക് എന്നാ ഏനക്കേട് പറ്റാൻ അന്നമ്മേ? അവൻ നമ്മളെ അങ്ങ് കാത്തു സംരക്ഷിക്കുകയല്ലേ. ആട്ടെ, അച്ഛൻ എങ്ങോട്ടാ? നല്ല ധൃതിയിലാണല്ലോ. എന്റെ അന്നാമ്മേ, ഒന്നും പറയണ്ട. നോമ്പിങ് അടുത്തില്ലേ? കൺവെൻഷൻ തുടങ്ങണ്ടായോ? അതിന്റെ ക്രമീകരണങ്ങളെല്ലാം കിടക്കുക. അതിന്റെ ഒരു ഓട്ടത്തിലാ ഇപ്പോൾ ഞാൻ. ഓ, പാമ്പാടി കൺവെൻഷൻ. അത് പാമ്പാടി പരിസരത്തുള്ള പള്ളിക്കാരല്ലേ പോവാറുള്ളൂ. അച്ഛൻ നമ്മുടെ പള്ളി ധ്യാനം വെക്കുവായിരുന്നേ, അന്നമ്മയ്ക്ക് ഇച്ചിരി ആത്മീയ ഉണർവൊക്കെ കിട്ടിയേനെ. ഓ, അപ്പോൾ അന്നാമ്മ ഒന്നും അറിഞ്ഞില്ലല്ലേ? ഇതിപ്പോൾ പാമ്പാടി കൺവെൻഷൻ അല്ല. ഈ വർഷം നമ്മുടെ തിരുമേനി മുൻകൈ എടുത്ത് ഇത് കോട്ടയം ഭദ്രാസന ജൂബിലി കൺവെൻഷനായി രൂപീകരിക്കുക. ആണോ? പിന്നെ അല്ലാതെ. ഇനി അന്നാമ്മയ്ക്ക് മാത്രമല്ല, കോട്ടയം ഭദ്രാസനത്തിലുള്ള എല്ലാ വിശ്വാസികൾക്കും നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവത്തെ ഉൾക്കൊണ്ട് വലിയ നോമ്പ് ആചരിക്കുവാനുള്ള ആത്മീയ ഉണർവ് ലഭിക്കും. അന്നാമ്മ നോക്കിക്കൂ, ഈ ഫെബ്രുവരി 16 മുതൽ 20 വരെ നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കുവാനായിട്ട് കോട്ടയം ഭദ്രാസനത്തിലെ ജനങ്ങൾ മുഴുവൻ പാമ്പാടി കത്തീഡ്രലിലേക്ക് ഒഴുകിയെത്തും. ഇത്രയും ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുമോ അച്ഛാ? എന്റെ അന്നാമ്മേ, പണ്ട് നമ്മുടെ തോമസ് ലീഗ 3000 മൈൽ താണ്ടി ഈ കേരളത്തിൽ വന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ എത്രയോ ദൂരത്തു നിന്ന് ആൾക്കാർ ഇവിടേക്ക് വന്നു. പിന്നെയാണോ ഈ 30 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന നമ്മുടെ ജനങ്ങള്? ആ, അത് ശരിയാ. അപ്പൊ അന്നാമ്മയോ? അത് നല്ല ചോദ്യം. ഈ വരുന്ന കൺവെൻഷന് ഈ അന്നാമ്മയും ഈ അച്ഛനും കോട്ടയം ഭദ്രാസനത്തിനൊപ്പം ഉണ്ട്. അപ്പം ഞങ്ങളുണ്ട്. നിങ്ങളും വരണേ.